ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും പുഞ്ചക്കരി ഷാപ്പിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാനും നമ്മുടെ യൂട്യൂബ് കൂട്ടുകാരുമൊത്ത് പുഞ്ചക്കരി ഷാപ്പിലോട്ടൊരു യാത്ര. എൻ്റെ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഞാൻ ഇതുവരെ പുഞ്ചക്കരി ഷാപ്പിലോട്ട് പോയിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവിടെ പോകേണ്ടതാണ്, കാണേണ്ട കാഴ്ചയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇത്രയും അടുത്ത് ഒരു 4-5 കിലോമീറ്റർ ദൂരം പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ ആദ്യം വന്ന സ്ഥലം മാറിപ്പോയി കേട്ടോ. നമുക്കറിയില്ല, നമ്മൾ സ്ഥലം ചോദിച്ച് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്നു ഈ സ്ഥലമാണെന്ന്. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ആളുമില്ല അനക്കവുമില്ല. പുഞ്ചക്കരി ഷാപ്പൊക്കെ ഭയങ്കര ഫേമസ് ആയ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് യൂട്യൂബറൊക്കെ വന്ന് വീഡിയോസ് എടുക്കുന്നതും അവർ ഫുഡിൻ്റെ ഐറ്റംസ് ആയാലും ഏതായാലും അവർ വന്ന് വീഡിയോസ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ ആളുമില്ല അനക്കവുമില്ല, ഒച്ചയില്ല, ഒച്ചപ്പാടുമില്ല, ഒന്നുമില്ല. അപ്പം നമുക്കൊരു സംശയം കേട്ടോ, ഇനി ഇത് തന്നെയാണാവോ. ഞാൻ വീണ്ടും എൻ്റെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചിട്ട് ഇതാണ് അപ്പോൾ ഉള്ള അതാണെന്ന് പറയും. എന്നിട്ട് ഞങ്ങൾക്കൊരു സംശയം കേട്ടോ. അപ്പം നമ്മൾ കൂടെ വന്ന് കുട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബർ കുട്ടൻ തമ്പുരാൻ അകത്തോട്ട് പോയി തിരക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണോ സ്ഥലം എന്നറിയാൻ വേണ്ടിയിട്ട് കുട്ടനകത്തോട്ട് പോയിട്ടുണ്ട്. ഞാനും ബാക്കിൽ നിന്ന് ഫോണും കൊണ്ട് ഞാനും ഒന്ന് വീഡിയോസ് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞാനും അതിൻ്റെ അകത്തോട്ട് പോയിട്ടുണ്ട്. അപ്പം നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കണ്ണിൽ പെട്ടതൊക്കെ എൻ്റെ ക്യാമറയിലോട്ട് ഞാൻ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥലം അതല്ല ഇതിൻ്റെ 2-3 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 2-3 സ്ഥലമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെയും ഉണ്ട്, വേറെ 2 പറഞ്ഞ്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ വീണ്ടും 2-മത്തെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. 2-മത്തെ സ്ഥലത്ത് വന്നപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഞങ്ങൾക്ക് ആകെ ഒരു അങ്കലാപ്പ്. ഇനി എന്താണപ്പാ ഏതാണപ്പാ ഇത് തന്നെ, ഇനി നമുക്ക് സ്ഥലം മാറിപ്പോയോ, ആകെ ഒരു ഡൗട്ട്. അപ്പോൾ വീണ്ടും ഞങ്ങൾ 3-മത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം. ഇവിടെ വന്നപ്പോൾ ഇത്തിരി ആളും അനക്കവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളുടെയും കോളേജ് മക്കളുമാരുടെയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളതപ്പോൾ നല്ല തിരക്കും, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പാർക്കിംഗ് കണ്ടു. അപ്പോൾ ഞാൻ ഫോണെടുത്ത് വീഡിയോ ഒന്ന് എടുക്കുന്നുണ്ട്. നിങ്ങളെ മുന്നിൽ നമ്മൾ വീഡിയോ എത്തിക്കണ്ടേ. പ്രത്യേകിച്ച് നിങ്ങളെ മുന്നിൽ ഈ കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വാടക വീട് ഷംന മോളുണ്ടല്ലോ, ഷംന മോളും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബർ കുട്ടനും വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മളെ കളിയാക്കുന്നുണ്ട്. അപ്പം മോളകത്തോട്ട് വീഡിയോ എടുത്തെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. ഷംന മോള്, അതായത് എൻ്റെ വാടക വീട്, ഫേമസ് ആയ ഒരു യൂട്യൂബറാണ്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ചാനലിലോട്ട് കയറി ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മോളെ പിന്നാലെ ഞാനും പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇത് കായലിന് നടുക്കാണ് ഈ സംഭവങ്ങൾ കെട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. മുളയുണ്ടല്ലോ, മുള കൊണ്ടുള്ള സംഭവങ്ങളും പിന്നെ മേൽക്കൂരയാണെങ്കിൽ ഓല മേഞ്ഞതാണേ. മേൽക്കൂര ഓല മേഞ്ഞതും ബാക്കി സംഭവമൊക്കെ മുള കൊണ്ടുള്ള പരിപാടിയാണ്. കായലിന് നടുവിലാണ്, താഴോട്ടൊക്കെ വെള്ളമാണ്. ആ വെള്ളത്തിന് പുറത്ത് വെച്ചിട്ടാണ് അവർ ഈ സമ്പ്രദായമൊക്കെ കെട്ടിപ്പറക്കിയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടപ്പോൾ എനിക്കും ഒരു കൗതുകം തോന്നി. ഞാൻ ഫോണെടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്ന് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ കൂട്ടുകാരെ മുന്നിൽ എത്തിക്കണ്ടേ. നമ്മളെവിടെയാണ് പോകുന്നത്, എന്താണ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഈ വെള്ളത്തിലുണ്ടല്ലോ നല്ല കുഞ്ഞു കുഞ്ഞു മീനും നിറച്ചുണ്ട് കേട്ടോ. മീനുകളും നിറച്ചുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവർക്കൊന്നും പിന്നെ ഇതിലോട്ട് വരാൻ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ കുട്ടൻ മോനുണ്ടല്ലോ ചെന്ന് അവരോട് പെർമിഷൻ ചോദിച്ചു കേട്ടോ. ഫുഡിൻ്റെയൊക്കെ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ നിങ്ങൾ വന്നോളും എടുക്കാൻ പറഞ്ഞ്. അപ്പോൾ ശമന മോളെ പിന്നാലെ ഞാനും പോയിട്ടുണ്ട്. ഫ്രീസറിൽ അവർ മീനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ മോള് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ നിന്ന് ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. മീനിൻ്റെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല സുഹൃത്തുക്കളെ. മീനിൻ്റെ പേരോ പിന്നെ കരിമീൻ കണ്ടാൽ അറിയാം, കരിമീൻ കണ്ടാൽ അറിയാം. ബാക്കി സംഭവം ഏതൊക്കെയോ ഐറ്റം മീനുകൾ, ഇങ്ങനെ വലിയ വലിയ മീനുകൾ പുരട്ടിയ വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എടുത്ത് അവർ പറയുന്ന സമയത്ത് പൊരിച്ച് കൊടുക്കാൻ കണക്കിന് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കിച്ചണിലോട്ടൊന്ന് കയറി അവിടെയും വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഞണ്ട് കറി, ഒരു ഇതിൽ ഞണ്ട് കറി ഇരിപ്പുണ്ട്, ഒന്നിൽ കണവ ഇരിപ്പുണ്ട്, തലക്കറി, അങ്ങനെ പേരെടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉണ്ട്. മരിച്ചിനുണ്ടല്ലോ ഒരൈറ്റം ഇവിടെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നു, അടുത്ത് വേറൊരു ഐറ്റം അവിടെ ഇരിപ്പുണ്ട്, അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്ന് എല്ലാവരും ചോറാണ് പറഞ്ഞ. വന്ന ഒരു ടീം മാത്രം ബറോട്ട, ബാക്കി എല്ലാവരും ചോറാണ് പറഞ്ഞ. ചോറിന് പച്ചക്കറി ഐറ്റമൊന്നുമില്ല കേട്ടോ.
പച്ചക്കറി ഒരു ഐറ്റവും ഇല്ല. ചോറും പിന്നെ നമ്മളെ സ്പെഷ്യൽ ഐറ്റങ്ങളായ ഞങ്ങൾ ഇതുണ്ടല്ലോ, ചിക്കൻ പെരട്ട്, താറാവ് മപ്പാസ്, ബീഫ്, അങ്ങനെ കുറേ ഐറ്റം, കരിമീൻ, ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് കഴിക്കുന്നുണ്ട്. കൂടുതലൊന്നും നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. കൂടുതൽ കണ്ടാലും നിങ്ങൾക്കൊരു മടുപ്പാണേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കാണണം കേട്ടോ.